ആ കിടക്കുന്നത് തൻ്റെ കൂട്ടുകാരനാണ്. മിഥുൻ പറഞ്ഞ വാക്കുകളാണ് നമ്മളിന്ന് രാവിലെ എണ്ണിച്ചപ്പോൾ തന്നെ ന്യൂസിൽ കേൾക്കുന്ന ഒരു സംഭവമാണ് വയനാട്ടിലെ മുണ്ടക്കയത്തുണ്ടായ ഉരുൾപൊട്ടൽ എന്ന് പറയുന്നത്. എന്തായാലും ആ ഒരു വാർത്തയിലേക്ക് കിടക്കാം. അതിന് മുമ്പ് നിങ്ങൾ ഈ ഒരു ചാനൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ മാത്രമേ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോകൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സോ ഉറപ്പായിട്ട് ലൈക്ക് സബ്സ്ക്രൈബും ചെയ്തിട്ട് മുന്നോട്ട് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കും. ഈ മഴ പെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതാണ് പ്രശ്നം. ഉരുൾപൊട്ടലും മറ്റുള്ള പലതരത്തിലുള്ള അപകടങ്ങളാണ്. നമ്മൾ കുറച്ചാൾ മുമ്പാണ് അർജുൻ്റെ വാർത്ത കേട്ടത്. അതായത് 2-3 ദിവസം മുമ്പാണ് അർജുൻ്റെ വാർത്ത കേട്ടത്. ആ ഒരു രക്ഷാപ്രവർത്തനം ഒന്ന് നിർത്തി വെച്ചിരിക്കുന്ന സമയത്താണ് അടുത്ത് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. സോ ഇത് അതിനെക്കാട്ടി വലിയൊരു അപകടമാണ്. നമുക്കറിയാൻ സാധിച്ചിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മുണ്ടക്കയം എന്ന് പറയുന്ന സ്ഥലത്ത് ഉരുൾപൊട്ടലുണ്ടായി. എന്തായാലും ഇപ്പം തന്നെ 40ഓളം അധികം പേർ മരിച്ചു. എന്തായാലും അവിടുന്ന് ചിലർ രക്ഷപ്പെട്ട് ട്രിവാലി എന്ന് പറയുന്ന ഒരു റിസോർട്ടിൽ അഭയം തേടിയിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും അവിടുത്തെ ജീവനക്കാരനായ മിഥുൻ തന്നെയാണ് ഈ ഒരു കാര്യം പറയുന്നത്. അദ്ദേഹം കുറച്ചുകൂടി കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ഇവിടെ നിന്ന് നോക്കുമ്പോൾ, അതായത് ഈ ഒരു ട്രിവാലി റിസോർട്ടിൽ നിന്ന് നോക്കുമ്പോൾ ആ ഒരു പ്രദേശത്ത് ഇപ്പോൾ 5-6 വീടുകളെ കാണാൻ സാധിക്കുന്നുള്ളൂ. അതിലധികം ഇഷ്ടംപോലെ വീടുകളുണ്ടായിരുന്ന ഒരു സ്ഥലമാണ്. അവിടെ ഇപ്പോൾ 5-6 വീടുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം ആ ഒരു അപകടം എത്രത്തോളം ശക്തമായിരുന്നു എന്ന്. അതുപോലെ തന്നെ തൻ്റെ കൂട്ടുകാരൻ്റെ ഒരു അച്ഛനും അമ്മയും മരിച്ചുപോയ അദ്ദേഹം ഇപ്പോൾ നിസ്സഹായനായിട്ട് അവിടെ നിൽക്കുകയാണ്. കൂടാതെ ആ ഒരു ചെടിയിൽ എണ്ണിക്കാൻ പറ്റാതെ കിടക്കുന്നത് തൻ്റെ കൂട്ടുകാരനാണ്. അദ്ദേഹത്തിൻ്റെ പേര് അരുൺ എന്നാണ്. അദ്ദേഹത്തെ രക്ഷിക്കണമെന്നും അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. സോ ഒരു വല്ലാത്ത അവസ്ഥയാണ് മുണ്ടക്കയം വയനാട്ടിൽ സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും ഇതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ഈ ഒരു ചാനൽ ഉറപ്പായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.